നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. എൻ്റെ പേര് ജയ് എന്നാണ്. വീട് മിണാലൂർ കുറാഞ്ചേരിയിലാണ്. എൻ്റെ പേര് ബിനിൽ എന്നാണ്. വീട് കുട്ടല്ലൂരാണ്. ഞങ്ങളിവിടെ റഷ്യയിൽ ആർമിയിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സന്ദീപിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 മുമ്പാണ് സന്ദീപ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എംബസിയിൽ വിളിച്ച് ഞങ്ങളുടെ തിരിച്ചു പോരാനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പം മാറ്റിയെന്ന് അറിഞ്ഞായിരുന്നു എംബസി ഇടപെട്ടിട്ട്. ഞങ്ങളിപ്പോഴും ഫ്രണ്ട് ലൈനിൽ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ബാക്കിലോട്ട് പോയി. പക്ഷെ ഞങ്ങൾ മാത്രം ബാക്കിലോട്ട് പോയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. അതിൻ്റെ കാരണം എന്തിനാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. മലയാളി ഏജന്റിന്റെ കൊടും ചതി. റഷ്യയിലേക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിക്ക് പോയ തെക്കുംകര കുത്തുപാറ സ്വദേശിയടക്കം ബന്ധുക്കളായ 2 യുവാക്കൾ എത്തിച്ചേർന്നത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ. തെക്കേമുറിയിൽ 27-കാരൻ ജെയിൻ കുര്യൻ, കുട്ടനെല്ലൂർ സ്വദേശി 31-കാരൻ ബിനിൽ ബാബു എന്നിവരാണ് കടുത്ത വഞ്ചനയ്ക്കിരയായത്. യുദ്ധമുഖത്ത് ജീവൻ പണയം വെച്ചുള്ള പോരാട്ടത്തിന് നിയോഗിക്കപ്പെട്ട യുവാക്കൾ. ഇരുവരുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടതായി കണ്ണീരോടെ ബന്ധുക്കൾ. യുവാക്കളെ രക്ഷിക്കാൻ മുട്ടാത്ത വാതിലുകളില്ലെന്ന് വീണ ന്യൂസിനോട് 1 വർഷ എഗ്രിമെന്റ് കഴിയാതെ വിട്ടു നൽകില്ലെന്ന് റഷ്യൻ ഔട്ട് കമാൻഡിംഗ് ഓഫീസർ അറിയിച്ചതായും വെളിപ്പെടുത്തൽ. ക്രിസ്തുമസ് നവവത്സരാഘോഷം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ലഹരിയുടെ കുത്തൊഴുക്ക. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നതിൽ സ്പിരിറ്റും കഞ്ചാവും രാസലഹരിയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വൻതോതിലെത്തുന്നു. അധികൃതരുടെ ജാഗ്രതയിൽ പിടികൂടുന്നത് തുച്ഛമായ അളവിൽ മാത്രം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. രാപ്തിസാഗർ എക്സ്പ്രസിൽ കടത്തുകയായിരുന്ന 5 കിലോ 200 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. AC കമ്പാർട്ട്മെന്റിലെ ശുചിമുറിക്ക് സമീപം തോൾ ബാഗിലായിരുന്നു കഞ്ചാവ്. പ്രതികളെ കണ്ടെത്താനായില്ല. ഊർജിത അന്വേഷണം നടന്നുവരുന്നതായി അധികൃതർ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അനധികൃതമായി വായ്പയെടുത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക ലക്ഷ്യമെന്ന് ED. ബാങ്കിന്റെ വായ്പാ പരിധി 50 ലക്ഷം രൂപ. മറികടന്ന് വായ്പയെടുത്തവർ ഒട്ടേറെ പേരെന്ന് കണ്ടെത്തൽ. നടന്നത് കള്ളപ്പണ ഇടപാടെന്നും ആരോപണം. സ്വത്ത് കണ്ടുകെട്ടുമെന്ന വെളിപ്പെടുത്തൽ. ബാങ്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ മാസ്റ്റർ പ്ലാനിനൊടുവിൽ സർക്കാരിന്റെ അംഗീകാരം. അന്തിമ അനുമതിക്കായി സർക്കാരിലേക്ക് അയക്കുന്നതിനുണ്ടായ കാലതാമസം പരിഹരിച്ചു. 2016 കേരള നഗര ഗ്രാമാസൂത്രണ ആക്ട് വകുപ്പ് 38 പ്രകാരം സാധൂകരിച്ച് നൽകണമെന്ന ചീഫ് ടൗൺ പ്ലാനറുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. 2021 കേരള നഗരാസൂത്രണ ചട്ടങ്ങൾ ചട്ടം 22 പ്രകാരമാണ് അന്തിമ അനുമതി. തൃശൂർ ശോഭ സിറ്റി സുരക്ഷാ ജീവനക്കാരൻ കണ്ടശാംകടവ കാരമുക്ക് സ്വദേശി 47-കാരൻ ചന്ദ്രബോസിനെ മുൻ വ്യവസായി കാറിടിച്ച് കൊലപ്പെടുത്തിയ ക്രൂരതയ്ക്ക് 10 വർഷം. മുറ്റിച്ചൂർ സ്വദേശി മുഹമ്മദ് നിഷാം ആഡംബര ഹമ്മർ കാർ ചന്ദ്രബോസിന്റെ ശരീരത്തിലേക്ക് ഓടിച്ചു കയറ്റിയാണ് കൊന്നത്. 10 വർഷമായി നിഷാം ജയിലിൽ. ചന്ദ്രബോസിന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന കോടതി ഉത്തരവ് നടപ്പായില്ല. ഇവിടെ പന്നികൾ കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുമെന്നറിയാണ്ടാണ് ഈ കർഷകർ. എന്താ ചെയ്യാന്നതും മനസ്സിലാവുന്നില്ല. ഒട്ടും ശമനമില്ല വടക്കാഞ്ചേരി മേഖലയിൽ. വന്യജീവി വിഹാരത്തിനും ജനങ്ങളുടെ കൊടിയ ദുരിതത്തിനും. കാട്ടാനകൾക്ക് പിന്നാലെ ജനങ്ങളെ കണ്ണീർ കയത്തിലാക്കി കാട്ടുപന്നിക്കൂട്ടം. പശ്ചിമ ബംഗാളിൽ നിന്നെത്തിച്ച വൈറ്റ് കോട്രാവി ദിനത്തിൽ പരീക്ഷണ കൃഷി നടത്തിയ യുവകർഷകന് പന്നിക്കൂട്ടം സമ്മാനിച്ചത് കണ്ണീർ കയം. 85 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന കൃഷിയാകെ കുത്തിമറിച്ചു. നശിച്ചത് 2 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി. അധികൃതർ നടത്തുന്നത് പ്രചരണ തട്ടിപ്പെന്ന് കോൺഗ്രസ്. RRTകളില്ലാതെ വാഹനം നൽകിയ MLAയുടെ നടപടി തട്ടിപ്പെന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ വികസന മുന്നേറ്റത്തിന് അക്ഷീണം പ്രവർത്തിച്ച മുൻ MLA CN ബാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തിൽ പ്രണാമപ്പൂക്കളുമായി നാട്. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ അനുസ്മരണം നടന്നു. CN സ്മൃതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടി മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലോക ആന്റി മൈക്രോബിയൽ റെസിഡൻസ് ബോധവൽക്കരണ വാരാചരണത്തിന് സമാപനം. മെഡിക്കൽ കോളേജ് ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റിയും മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ ഉദ്ഘാടനം ചെയ്തു.
വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി വികസന മുന്നേറ്റ പാതയിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ കൂടി OP ബ്ലോക്കിന്റെ 1ാം നില നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. MLA പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി സംസ്ഥാന പാതയിൽ റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ നേതൃത്വത്തിൽ വാഹന ഗതാഗത സാന്ദ്രതാ പരിശോധനയ്ക്ക് തുടക്കം. മുണ്ടത്തിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് ക്ലസ്റ്ററിനെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഇന്റഗ്രേറ്റഡ് ഫാർമിംഗ് ഫോർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റ് സ്കീമിൽ ഉൾപ്പെടുത്തി കർഷകരുടെ മികച്ച പ്രദർശന തോട്ടങ്ങൾ ഒരുക്കും. 375 ഏക്കർ സ്ഥലത്ത് പദ്ധതി നടപ്പിലാക്കും. 10 കായ്ക്കുന്ന തെങ്ങുകളുള്ള എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കും. കർഷക സഹായത്തിന് സഹകരണ മേഖലയിലെ മികവിന്റെ സ്ഥാപനം പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക്. വിയ്യൂർ ജയിലിന് സമീപം തടികയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനം ഭാഗികമായി തകർന്നു. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഭാരം കയറ്റിയ വാഹനമാണ് തിരക്കേറിയ പാതയിൽ മറിഞ്ഞത്.